അങ്ങനെ കേരള ടു നോർത്ത് ഈസ്റ്റ് സൈഡിൽ ഞാൻ ഇന്നലെ എന്നത് ആന്ധ്രാപ്രദേശിലെ വെഴിയെന്നായിരുന്നാണ് യൂത്ത് ഹോസ്റ്റലാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. പോകുന്ന വഴിക്ക് നല്ല തട്ട് സെറ്റപ്പ് കിട്ടിയോണ്ട് അവിടെ ഇഡ്ഡലിയും വടയും സാമ്പാറിലുണ്ടായിനെ. എല്ലാം കൂടി കഴിച്ചിട്ടാകെ എനിക്ക് 25 റുപ്യ ചിലവ് വന്നിട്ടുള്ളൂ. ഇന്നത്തെ സ്ഥലത്ത് നല്ല ഫുഡ് കഴിച്ചാൽ ചെറിയ വയസ്സൊക്കെ ഫുഡ് കിട്ടേ. പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ഒരു ഹനുമാനെ ഡമ്പിൾ കണ്ടിട്ട് അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളുടെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് നേരെ കയറിയത് ഒഡീഷയിലേക്കാണ്. അങ്ങനെ എൻ്റെ ട്രിപ്പിലത്തെ 4ാമത്തെ സംസ്ഥാനമായ ഒഡീഷയാണ് കേട്ടോ കയറുന്നത്. അവിടെ നിന്ന് 2-3 ഫോട്ടോയിൽ എടുത്തിട്ട് നേരെ അടിച്ചു മുട്ടത് പുരിയിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള റോഡും കാര്യങ്ങളൊന്നും പറയാനില്ല, അടിപൊളി റോഡ്. അങ്ങനെ രാത്രി നേരം നേരെ എത്തിയത് പുരിയിലാണ്. പുരിയിൽ യൂത്ത് ഹോസ്റ്റൽ തപ്പിട്ട് ഞാൻ പോയി. അവിടെ നോക്കുമ്പോൾ റൂം ഫുള്ള്. ഞാൻ പിന്നെ ടെന്റും കാര്യങ്ങളും അടിക്കുന്നില്ല, അടുത്ത റൂം നോക്കി. ആ റൂം നോക്കുമ്പോൾ ലൊക്കേഷനിൽ എത്തി നോക്കുമ്പോൾ റൂം കാണുന്നില്ല. അങ്ങനെ ആ റൂം അറിയായിട്ട് നേരെ ഈ ചങ്ങാനോട് പോയിട്ടാണ് റൂമിന്റെ ലൊക്കേഷൻ ചോദിച്ചത്. ഓനും അറിയില്ല, എനക്കും അറിയില്ല. ഞാനും ഓനും കൂടി തപ്പി. ജഗന്നാഥ് എന്നാണ് ഈ ചങ്ങായിന്റെ പേര്. ഈ ചങ്ങായിയുടെ പോയിട്ട് എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി തന്നെ. ഇവിടെ ഷെയറിംഗ് ബേസിലാണ് കേട്ടോ റൂം. പുരി ടെമ്പിളിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ റൂം വരുന്നത്. അടക്കിയിട്ട് നോക്കുമ്പോൾ ഫുഡും കാര്യങ്ങളും ആയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചങ്ങായി ടാറ്റയും പോയിട്ട് ചങ്ങായി പോയി. നാളെ രാവിലെ കാണുന്ന പറഞ്ഞു. അങ്ങനെ ഒരു മാഗിയും കാര്യങ്ങളും ഉണ്ടാക്കാൻ വെച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി. ഇനി ഇതൊക്കെ തിന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. നാളെ രാവിലെ ഒന്ന് പുരി മൊത്തം കറങ്ങണം. അതിന്റെ വീഡിയോ ഞാൻ നാളെ തരിടാം.